ഇതേ 1/2 കിലോ ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ ചുവന്നുള്ളി മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ ബീഫല്ല, കുറച്ചുകൂടി കൂടുതലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 കിലോ എടുത്ത് മാറ്റണം. പിന്നെ നമുക്ക് ഈ 1 കിലോ ബീഫിന് 1/2 കിലോ ചുവന്നുള്ളി നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 കിലോ ബീഫിലേക്ക് നമ്മൾ ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ ഉലുവ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ ഈ ഉലുവയുടെ അളവ് കൂടാതെ നോക്കണം. അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ ഇടുമ്പോൾ ആ ഒരു ചെറിയ ടീസ്പൂണിൽ മാത്രം ഇടാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞതും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള മല്ലിയില പുതിനയില അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മല്ലിയിലയും പുതിനയിലയും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് എടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അടിച്ചെടുത്തതാണ്. അതൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ, ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബീഫിൽ ഇതെല്ലാം മിക്സ് ആവത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും മാത്രമേ ഇതിലൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. അതിന് ശേഷം വേണം നമ്മൾ കുക്കറിലാണ് വെക്കണമെങ്കിൽ അങ്ങനെ, അതല്ല ചെറു തീയിൽ നമ്മൾ അടുപ്പിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ചെറു തീയിൽ വേവിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾ സമയമില്ലാത്ത സമയത്ത് മാത്രമാണ്, സമയമില്ലാത്ത നേരത്താണ് നമ്മൾ എന്താ ചെയ്യുക, കുക്കറിലൊക്കെ വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉപ്പും കൂടി അതിൽ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ള ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. അതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി ഇത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യിൽ നമുക്ക് വേപ്പില ഒന്ന് താളിച്ചിട്ട് അതും കൂടി ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആവട്ടോ.